ചരിത്രത്തിന്റെ പുനരുത്ഥാനമാണ് മദീനത്തിന്റെ പ്രണയമെന്ന് പറയാ. ലോക ചരിത്രത്തിന് സമാനതകളില്ലാത്ത ചരിത്രമാണത്. ഒരു സഹാബി കണ്ണിന് കാഴ്ച വേണ്ട എന്ന് പറഞ്ഞ് പ്രണയത്തെ പ്രകടിപ്പിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സഹാബത്ത് പറഞ്ഞു, ഇനി എന്റെ മരണം വരെ ഈ മദീന വിട്ടിട്ട് അതിർത്തി വരമ്പിൽ നിന്ന് വെളിയിലോട്ട് ഞാൻ ഇറങ്ങില്ല. ഹബീബായ നബി തങ്ങളുടെ റിസാലത്തിന്റെ പാദപതന ശബ്ദം കൊണ്ട് അനുഗ്രഹീതമായ ഈ മദീനയുടെ മണ്ണിലാണ് ഞാൻ ചവിട്ടി നടന്നത്. ഇനി ഞാൻ മരിക്കുന്നത് വരെ ഹബീബിന്റെ സ്പർശനമില്ലാത്ത മണലിൽ എന്റെ കാല് ചവിട്ടാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇനി മദീന വിട്ട് പുറത്തു പോവില്ല എന്ന പ്രണയത്തെ പറഞ്ഞ സഹാബത്തുകളുണ്ട്. അവർക്ക് മദീന വിട്ട് പോവാതിരിക്കലാണ് അവരുടെ പ്രണയം. എന്നാൽ അവരുടെ ഇടയിൽ വേറൊരു സഹാബിയുണ്ട്, പ്രളയത്തിന് പുതിയ ഭാവങ്ങൾ തീർത്ത, പച്ചപ്പുല്ലിന് പോലും തീപിടിക്കുന്ന പ്രണയത്തിന്റെ പ്രഫുല്ലമായ പ്രതലങ്ങളെ പ്രവാചക പ്രേമികൾക്ക് പ്രീതനമായി കൊടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചക അനുരാഗിയുണ്ട്. ആ അനുരാഗി ആരെന്നറിയോ? അനുരാഗിയാണ് ലോകചരിത്രത്തെ വിസ്മയിച്ച മഹാനായ സയ്യിദുനാ ബിലാൽ. ഇന്ന് കാലിൽ കിടക്കുന്ന ബൂട്സിനേക്കാൾ കരുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീഴുന്ന കറുത്ത വർഗക്കാരന്റെ പൂർവകാല ഉദാഹരണമായി മാറിയ സയ്യിദുനാ ബിലാൽ. ലോകത്ത് വഫാത്തായി കഴിഞ്ഞപ്പോ പ്രണയിച്ചതെങ്ങനെയാ? ഹബീബായ നബി തങ്ങൾ എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് നീ കാണില്ലെന്ന് പറഞ്ഞ് ആ മദീന ഉപേക്ഷിച്ചിട്ട് യമനിലേക്ക് തരം തള്ളിയാത്ത കവിളുകളും കണ്ണുനീരുമായി മദീനയെ ഉപേക്ഷിച്ചു പോയ സയ്യിദുനാ ബിലാൽ. ആരായ സയ്യിദുനാ ബിലാൽ? ചിലർക്ക് കണ്ടുകൊണ്ട് ഇനി അടുത്തത് കാണാതിരിക്കലാ പ്രണയമെന്ന് പറയാ. ചിലർക്ക് മദീന വിട്ട് വെളിയിൽ പോവാത്തതാണ് പ്രണയമെന്ന് പറയാ. ചിലർക്ക് മദീനയിൽ നിൽക്കാത്തതാണ് പ്രണയമെന്ന് പറയാ. ഹബീബിനോടുള്ള പ്രണയത്തിന് ഒരു ഏകതാഭാവം ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. മഹാനായ സയ്യിദുനാ ബിലാൽ, മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ബിലാൽ, ഇനി എനിക്ക് എന്റെ ഹബീബില്ലാത്ത മദീന കാണണ്ട. കാരണം ബിലാലിന് മദീന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലാണ്.